അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത് പാർട്ട് നമ്പർ 2 ആണ്. നമ്മൾ ഇമാം ജോൺ എഡറിനോട് ചോദിച്ച ചോദ്യങ്ങൾ, ഒരു 3 ചോദ്യങ്ങൾ, അതിലത്തെ രണ്ടാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ കമൻസ് വഴി ആൾക്കാർ ഇസ്ലാമിനെ കുറിച്ച് ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ കംപ്ലയിൻസ് അല്ലെങ്കിൽ പരിഹാസം, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് 3 ചോദ്യങ്ങളാണ് എടുത്തത്. ഒന്ന്, പാർട്ട് 1 നമ്മൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മാരേജ്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു. പിന്നെ ഇത് രണ്ടാമത്, ഇസ്ലാമിൽ നിന്ന് വിട്ടു പോകുന്ന ആൾക്കാർ, മുസ്ലിമായി അത് കഴിഞ്ഞ് തിരിച്ച് ഇസ്ലാമിൽ നിന്ന് വിട്ട് പുറത്തു പോകുന്ന ആൾക്കാർ, അതിന് അറബിയിൽ റിദ്ദ എന്ന് പറയും, ഇംഗ്ലീഷിൽ അപ്പോസ്റ്റസി എന്ന് പറയും. ഓക്കെ, അതായത് മതം വിട്ടു പോകുന്ന ആൾക്കാർ, അവരെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ട്, അവരെ കൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഇസ്ലാം, എന്താണ് പറയുന്നത്, എന്താണ് പ്രവാചകൻ്റെ ചര്യ എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം ഇവിടെ ഇമാമിൻ്റെ റിപ്ലൈ ആണ്. ഞാനൊരു കുറച്ച് നോട്ട്സ് എടുത്തിട്ടുണ്ട്, ഞാൻ അതാണ് വായിക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് ചാനലിൽ പോയിട്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഇടാം ഇൻഷാ അല്ലാഹ്. അത് ഇമാമിൻ്റെ നേരിട്ട് കേൾക്കുകയാകുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ഇത് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് അതിനകത്ത് നിന്ന് എടുത്തതാണ്. അപ്പോൾ ഒന്ന്, ഖുർആൻ എവിടെയും പറയുന്നില്ല, അതായത് മതം വിട്ട ആൾക്കാരെ, ഇസ്ലാമിലേക്ക് വന്ന് തിരിച്ചു പോയ ആൾക്കാരെ കൊല്ലുക എന്നുള്ളത് ഖുർആൻ എവിടെയും പറയുന്നില്ല. ഖുർആനകത്ത് അങ്ങനെ സംഭവമില്ല. അത് നമ്പർ 1. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ മദീനയിലുണ്ടായ സമയത്ത് അവിടെ ഈ ഹിപ്പോക്രൈറ്റ്സ്, അതായത് പ്രത്യക്ഷത്തിൽ പുറമേ മുസ്ലിമാണെന്ന് നടിച്ച് ഉള്ളിൽ കാപഢ്യം വെച്ചിരുന്ന ആൾക്കാർ, കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തെളിവ് നോക്കിയാൽ ആരെയും കൊല്ലാനോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് ആൾക്കാർ ക്രിമിനൽ ആക്ഷൻ അല്ലെങ്കിൽ ക്രിമിനൽ എന്തെങ്കിലും ഒഫൻസ് ചെയ്യുമ്പോഴാണ് അവരെ പണിഷ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഖുർആനിൽ സൂറ ബഖറ 2-ാമത്തെ സൂറ 256-ാമത്തെ വചനം എടുത്തു പറയുന്ന പടച്ചവൻ പറയാണ്, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ, അതായത് റിലീജിയനിൽ ദർ ഇസ് നോ കമ്പൽഷൻ. ഓക്കെ, ഖത്ത ബയ്യന റുഷ്തു മിനൽ ഗായ്, ഇത് ഖുർആൻ്റെ ആയത്താണ്, 256-ാമത്തെ ആയത്ത്. സത്യവും അസത്യവും വേർപെടുത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് അവിടെ യാതൊരു തരത്തിലുള്ള റൂമില്ല. അതായത് ദീൻ ആരെയും അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഖുർആൻ വിലക്കിയിട്ടുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്താഗൂത്തി, ആ ആയത്ത് വായിച്ചു നോക്കുക, 2:256. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ വിട്ടുപോയ ആൾക്കാരെ കൊന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു ക്രിസ്ത്യൻ ആയ ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് പ്രവാചകൻ്റെ സമയത്ത് മുസ്ലിമായി, എന്നിട്ട് പ്രവാചകൻ്റെ വഹി, അതായത് ഖുർആൻ ഇറങ്ങുമ്പം ആ ഖുർആൻ്റെ വഹി എന്നാണ് പറഞ്ഞത്, റെവലേഷൻ. ഓക്കെ, ആ റെവലേഷൻ എഴുതുന്ന, അതായത് പിന്നെ എഴുതി വെക്കുന്ന ആളിൽ ഒരാളായിട്ട് അയാളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പ്രവാചകൻ്റെ കൂടെ. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ മുസ്ലിമായ ആൾ, ക്രിസ്ത്യനായിട്ട് വന്ന അയാൾ പറഞ്ഞ്, ഇത് ഈ പ്രവാചകൻ എന്നോട് ചോദിക്കുന്നു. അതായത് ബേസിക്കലി അയാൾ പ്രവാചകനെ, ഇത് പ്രവാചകനൊന്നുമല്ല, ഇത് എവിടുന്നോ ആൾക്കാരത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എഴുതാണെന്ന് പറഞ്ഞൊരു ആക്ഷേപം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇസ്ലാം വിട്ടുപോയി. എന്നിട്ട് അദ്ദേഹം മരിച്ചു, അയാൾ മരിച്ചു. ഓക്കെ, അയാൾ മരിച്ചിട്ട് അപ്പം ഇസ്ലാം വിട്ടു പോയപ്പോഴത്തേക്ക് അയാളെ കൊന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്. അയാളെ പ്രവാചകൻ കൊന്നില്ല, അയാൾ വഹി എഴുതുന്ന ആളായിരുന്നു, എന്നിട്ടും അയാളെ കൊന്നില്ല. അയാൾ മരിച്ചു. അയാളുടെ ആൾക്കാർ, ക്രിസ്ത്യാനികൾ അയാളെ കബറടക്കി. ഓക്കെ, കബറടക്കി പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് ആ ബോഡി കബറിൻ്റെ പുറത്ത് കിടക്കുന്നത്, അതായത് കബറിൻ്റെ അടക്കിയ ആൾ രാവിലെ നോക്കുമ്പോഴത്തേക്ക് പുറത്ത് കിടക്കുന്നു. പിന്നെ അപ്പം അവിടെ ഇവർ പറഞ്ഞ്, ഇത് ഈ പ്രവാചകൻ മുഹമ്മദിൻ്റെ ആൾക്കാർ എന്തോ ചെയ്തതാണ്, അവർ ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാമത് പിന്നെയും അടക്കി പിറ്റേ ദിവസം രാവിലെ പിന്നെയും പുറത്ത് കിടക്കുന്നു, ബോഡി പുറത്ത് കിടക്കുന്നു. ഇവർ കാവൽ നിന്ന്, അതായത് ആ പരിസരത്ത് ഇവർ കാവൽ നിന്ന് ആരും ഈ ബോഡി തൊടാതിരിക്കാൻ വേണ്ടി പിന്നെയും അത് പുറത്ത് വന്നു.
ഇതൊരു മിറക്കിളായിട്ടാണ് ആൾക്കാർ കണക്ക് കൂട്ടുന്നത്. ഇത് മുസ്ലിങ്ങൾ ഒന്നും അതിനകത്തൊന്നും ചെയ്തിട്ടില്ല, പ്രവാചകൻ അയാളെ കൊന്നുമില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും. ഓക്കെ, ഉമർ റളിയല്ലാഹുവിൻ്റെ സമയത്ത്, സെക്കൻഡ് ഖലീഫ ഉമറിൻ്റെ സമയത്ത് ഇതുപോലെ ഇസ്ലാം വിട്ടുപോയ ആൾക്കാരെ പിടിച്ചിട്ട് അവർക്ക് ലോക്കപ്പിൽ വെച്ചിട്ടുണ്ട്. ലോക്കപ്പ് എന്ന് വെച്ചാൽ അവിടുത്തെ ലോക്കപ്പ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ അഴിയുള്ള ജയിൽ റൂമല്ല. പള്ളിക്കകത്ത് അവർക്ക് ഭക്ഷണവും കൊടുത്ത് അവർക്ക് ഈ അവിടുത്തെ ഈ സ്കോളേഴ്സിനെ, അതായത് അറിവുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ ലോക്കപ്പ് ഉണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ ലോക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ജയിലും അഴികളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ സെറ്റപ്പ് അല്ല അത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു തന്നെയില്ല, അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സമയത്ത്, ഫസ്റ്റ് ഖലീഫയുടെ സമയത്ത് കുറേയധികം ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, ആന്തരികമായ പ്രശ്നങ്ങൾ. അതായത് ഞങ്ങൾ സക്കാത്ത് കൊടുക്കത്തില്ല, പിന്നെ ഞങ്ങൾ നിസ്കാരം 5 നേരം നിസ്കരിക്കത്തില്ല, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടായ ആൾക്കാർ വന്നു. അവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന സംഗതി ഒരു പുതിയ ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്ന മദീനയിൽ. എന്നിട്ട് ആ സിസ്റ്റം ഒരു ടോട്ടൽ സിസ്റ്റമാണ്. ആ സിസ്റ്റം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടന്നു വരുമ്പോൾ കുറേ ആൾക്കാർ ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്യത്തില്ല, ആ സിസ്റ്റത്തിനെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഓക്കെ, ആ സിസ്റ്റത്തിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അവരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊരുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞിട്ട് ഇമാം വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, ഇവിടെ US-ൽ 50-60കളിൽ 1950-60കളിൽ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരെ, കമ്മ്യൂണിസ്റ്റായ ആൾക്കാർ ഇവിടെ ആ കമ്മ്യൂണിസം കൊണ്ടുവരാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്. അവരെ ഇവിടുത്തെ അതോറിറ്റി അവരെ മുക്കിയെന്ന് തന്നെ പറയാം. അവർ പലരെയും മുക്കിക്കളഞ്ഞു. മനസ്സിലായില്ല? കാര്യം അത് ശരിയോ തെറ്റാന്നല്ല പറയുന്നത്. ഒരു സിസ്റ്റം നടന്നു വരുമ്പോൾ ആ സിസ്റ്റത്തിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണ് അവിടെ പ്രശ്നം. അതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ക്യൂബ എന്നുള്ള സ്ഥലത്ത്, ഇവിടെ അടുത്താണ്, ക്യൂബ അടുത്താണ്. ക്യൂബൻ ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്കൊക്കെ കുറേയധികം ബുദ്ധിമുട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അതോറിറ്റീസ്. കാര്യം അവരും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസത്തിൻ്റെ ആൾക്കാരായിരുന്നു. അപ്പോൾ ആ കമ്മ്യൂണിസം ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അവരും ഇവർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ ഈ അടുത്ത നമ്മുടെ ഹിസ്റ്ററി, റീസെൻറ്റ് ഹിസ്റ്ററിയിൽ നിന്ന് എടുത്ത് ഇമാം പറയുകയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ മെയിൻലി ഒരാൾ ഇസ്ലാം വിട്ടു പോയി, അയാൾ മുസ്ലിം ആയിരുന്നു, നിസ്കരിക്കുന്നുണ്ടായിരുന്നു, നോമ്പ് വെക്കുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾ ഓഫ് എ സഡൻ അയാളുടെ മനസ്സ് മാറി, ഇല്ല എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിരിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. അതല്ല, അയാൾ രംഗത്തിറങ്ങിയിട്ട് ഇസ്ലാം അങ്ങനെയാണ്, ഇസ്ലാം ഇങ്ങനെയാണ്, ആൾക്കാരുടെ മനസ്സുകളും ആൾക്കാരെയും അയാൾ കറപ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ശിക്ഷയുണ്ട്. അല്ലാതെ ഇസ്ലാമിൻ്റെ ഇതൊക്കെ ഇസ്ലാം ഭരണകൂടത്തിന് താഴെയാണ് കേട്ടോ. അതൊരു കാര്യം അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം. ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്, അമേരിക്കയിൽ മുസ്ലിങ്ങൾ, പലയിടത്തും മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. നമുക്ക് ആർക്കും ഇങ്ങനെയുള്ള ചെയ്യാനുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ ഖുറാനകത്ത് അനുവാദമില്ല, ബൈ ഫോഴ്സ് ഒന്നും ചെയ്യാനുള്ള അനുവാദം ആർക്കും ഇല്ല. പിന്നെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ്റെ ചര്യയിൽ നമ്മൾ കാണുന്നില്ല. പിന്നെ ഇത് ഭരണകൂടം ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ താഴെയും ഒരാൾ ഇസ്ലാം വിട്ടുപോയാൽ അയാൾക്ക് ഒന്നും ചെയ്യാനുള്ള റീസണുമില്ല. പക്ഷേ അയാൾ അവിടെ ഇസ്ലാം വിട്ട് പോയിട്ട് എന്നിട്ട് ഇസ്ലാമിനെതിരായിട്ട് ഇസ്ലാമിൻ്റെ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാമിൻ്റെ ഫൈനാൻസ് സിസ്റ്റം, ഇസ്ലാമിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റം, ഇസ്ലാമിൻ്റെ ഈ സോഷ്യൽ സിസ്റ്റം, ഇസ്ലാം ഈസ് ദ ഹോൾ സിസ്റ്റം. ആ സിസ്റ്റത്തിനെതിരായിട്ട് വർക്ക് ചെയ്യുമ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എതിരായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരെ അവരെ മാത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഇതിൽ കാണുന്നുണ്ട്, പ്രാക്ടീസിൽ കാണുന്നുണ്ട്, ഹദീസിൽ കാണുന്നുണ്ട്. അതല്ലാതെ ഇൻഡിവിജ്വൽസിന് അല്ല അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തിട്ടില്ല എന്നാണ് ഇമാമിൻ്റെ ഈ പറഞ്ഞ കാര്യം രത്ന ചുരുക്കം. നിങ്ങൾ ആ ഇംഗ്ലീഷിൽ ഇമാം സംസാരിച്ച ആ ഇത് കേട്ട് നോക്കുക. 1-2 കാര്യങ്ങൾ ഞാൻ എൻ്റെ വായിൽ നിന്ന് അഡീഷണൽ ഇട്ട് കാണും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇമാം പറഞ്ഞ് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.